പ്രൈസ് ദി ലോർഡ്. രക്ഷയെ സംബന്ധിച്ചുള്ള ഒരു സീരീസ് ഓഫ് മെസ്സേജസ് ആണ് ഈ വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. രക്ഷയെക്കുറിച്ചുള്ള പഠനം എക്കാലത്തും ദൈവമക്കളുടെ ഇടയിലും പഠിതാക്കളുടെ ഇടയിലും വേദശാസ്ത്രങ്ങളുടെ ഇടയിലും പല നിലയിലുള്ള ആശയക്കുഴപ്പങ്ങളും ഡിബേറ്റുകളും ചർച്ചകളും വ്യത്യസ്ത അഭിപ്രായങ്ങളും എക്കാലത്തും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം രക്ഷാശാസ്ത്രം സോറ്റീരിയോളജിയെക്കുറിച്ച് പഠിക്കുമ്പോൾ മറ്റ് ചില വിഷയങ്ങൾ അതിൻ്റെ അകത്ത് പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. അതിലൊന്നാണ് സോവർണിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പരമാധികാരം. ഫോർനോളജ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മുൻ അറിവ്. പ്രീഡെസ്റ്റിനേഷൻ, ദൈവത്തിൻ്റെ മുൻ നിർണയം. ഫ്രീ വിൽ, സ്വതന്ത്ര ഇച്ഛ, മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛ, ചോയ്സ്, മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പാനുള്ള ശേഷി. ഇങ്ങനെ പല കാര്യങ്ങൾ രക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് ഈ സബ്ജക്റ്റുകളൊക്കെ എക്കാലത്തും പല നിലയിലും തർക്കവിഷയമായിട്ടുള്ള പല ആശയങ്ങൾ പ്രചരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വിഷയങ്ങളെ വളരെ പ്രാഥമികമായി ഈ ക്ലാസ്സുകളിലൂടെ പ്രസൻറ്റ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ദൈവം സോവറിനാണ്, ദൈവം പരമാധികാരിയാണ്. ഇത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഉപദേശമാണ്. വിശുദ്ധ ബൈബിളിലുടനീളം ദൈവത്തിൻ്റെ പരമാധികാരത്തെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന സംഭവങ്ങളും തിരുവെഴുത്തുകളും നമുക്ക് കാണാൻ കഴിയും. ദൈവം സകലത്തിൻ്റെ, ഹീസ് ദ ഇൻചാർജ് ഓഫ് എവരിതിങ്, സകലത്തിൻ്റെയും ഇൻചാർജ് ദൈവമാണ്. അവനാണ് സുപ്രീം അതോറിറ്റി, അവനാണ് അതാണ് സോവറിൻ എന്ന് പറഞ്ഞാൽ. അവനാണ് പരമാധികാരി, അവന് മുകളിൽ ആരുമില്ല. ആരുടെയും, അതായത് വേർ ടു ഡു, വാട്ട് ടു ഡു, വെൻ ടു ഡു, എപ്പോൾ ചെയ്യണം, എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ആരുടെയും അനുവാദം കൂടാതെ ചെയ്യുവാൻ തന്നിൽ തന്നെ പൂർണ്ണ അധികാരമുള്ള ദൈവം. ആ തൻ്റെ ഇച്ഛയിലാണ് അവൻ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും തൻ്റെ പ്രവൃത്തി ചെയ്യുന്നത്. ആ ദൈവത്തിൻ്റെ പരമാധികാരം പലപ്പോഴും പല നിലയിലും ചർച്ചാ വിഷയമായിട്ടുണ്ട്. പ്രധാനമായിട്ട് അത് രക്ഷയോടുള്ള ബന്ധത്തിലാണ്. ഒന്നാമത് നാം അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന് മാത്രമേ ഫ്രീ വില്ലുള്ളൂ. പൊതുവെ നാം സംസാരിക്കുമ്പോൾ മനുഷ്യന് ഫ്രീ വില്ലുണ്ട് എന്ന നിലയിലാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. ശരിക്കും മനുഷ്യന് ഫ്രീ വില്ലില്ല. മനുഷ്യന് തെരഞ്ഞെടുക്കാനുള്ള ശക്തിയുണ്ട്, ചോയ്സ് ഉണ്ട്, തെരഞ്ഞെടുപ്പിനുള്ള ശേഷിയുണ്ട്. പക്ഷേ സ്വതന്ത്ര ഇച്ഛ മനുഷ്യനില്ല. ഫ്രീ വില്ല് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. എന്താണ് ഫ്രീ വില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലാത്ത അവസ്ഥ. മനുഷ്യന് ഏത് കാര്യവും തെരഞ്ഞെടുപ്പിലൂടെ അവന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു ഓറഞ്ച് ഇരിക്കുന്നു, ഒരു ആപ്പിൾ ഇരിക്കുന്നു, അതേതെടുക്കണം അവൻ തിരഞ്ഞെടുക്കണം. ആരെ വിവാഹം കഴിക്കണം, അതിൻ്റെ അകത്തൊരു തെരഞ്ഞെടുപ്പുണ്ട്. ഏത് ജോലി ചെയ്യണം, തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ അവന് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ മുമ്പിൽ ഉള്ളതുകൊണ്ട് അവന് തിരഞ്ഞെടുത്തേ പറ്റൂ. അതാണ്, അവന് ചോയ്സ് ഉണ്ട്. ദൈവത്തിന് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. ദൈവത്തിന് തൻ്റെ ഹിതം മാത്രമേ ഉള്ളൂ. അവന് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവൻ്റെ മുമ്പിൽ ഒന്നിൽ കൂടുതൽ തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളില്ല. അപ്പോൾ ദൈവത്തിന് ഫ്രീ വില്ലുണ്ട് എന്ന് പറഞ്ഞാൽ തനിക്ക് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യന് ഫ്രീ വില്ലില്ല. കാരണം മനുഷ്യന്റെ ഇച്ഛ, മനുഷ്യന്റെ തിരഞ്ഞെടുക്കാനുള്ള കാര്യം, ശേഷി പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അവൻ വളർന്നു വന്ന സാഹചര്യം, പാപം, അവന്റെ കൾച്ചർ, അവന്റെ അറിവ്, അവന്റെ വിദ്യാഭ്യാസം, അവന്റെ അഭിരുചികൾ, ഇങ്ങനെ പല കാര്യങ്ങളെ ആശ്രയിച്ച് അവൻ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവന്റെ തെരഞ്ഞെടുപ്പ് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്റെ പുറത്തുള്ള ഒരു കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലാത്തത് കൊണ്ടാണ് അത് ഫ്രീ വില്ലായിരിക്കുന്നത്. ഇസ് ഫ്രീ. അപ്പൊ തനിക്ക് തെരഞ്ഞെടുപ്പില്ല, തനിക്ക് ചോയ്സ് ഇല്ല.
എ ആണോ ബി ആണോ അതോ മൂന്നാമത് മറ്റൊരു സി ആണോ തിരഞ്ഞെടുക്കേണ്ടത് എന്ന ഒരവസ്ഥ ദൈവത്തിന് ഇല്ലാത്തത് കൊണ്ട് തനിക്ക് ഫ്രീ വില്ലുണ്ട്. ആ ഫ്രീ വില്ലാണ് ശരിക്കും ദൈവത്തെ പരമാധികാരിയാക്കുന്നത്. ബൈബിളിൽ ഒരു വചനമുണ്ട്, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്: തന്റെ ഹിതത്തിന്റെ ആലോചന പ്രകാരം സകലവും നിർവഹിക്കുന്ന. അപ്പോൾ ആ വചനത്തില് വളരെ ക്ലിയർ ആണ്, ദൈവത്തിന്റെ ഹിതത്തിന്റെ ആലോചന പ്രകാരമാണ് ദൈവം സകലവും ചെയ്യുന്നത്. ദ കൗൺസിൽ ഓഫ് ഹിസ് ഓൺ വിൽ, ഹിസ് ഓൺ വിൽ. തനിക്ക് പുറത്ത് ആരുടെയും ആശ്രയം വേണ്ടാത്ത, ചോയ്സ് ഇല്ലാത്ത, മറ്റാരുടെയെങ്കിലും അഭിപ്രായം വേണ്ടാത്ത വണ്ണം തന്റെ തന്നെ ഹിതത്തിന്റെ ആലോചന പ്രകാരം സകലവും നിർവഹിക്കുന്നത്. അതാണ് പരമാധികാരം. അപ്പൊ ദൈവത്തിന് പല ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കേണ്ട, തനിക്കൊരു ഹിതമുള്ള ആ ഹിതത്തിന്റെ ആലോചന പ്രകാരം ആണ് അവൻ സകലം ചെയ്യുന്നത്. രണ്ടാമത് 115-ാമത്തെ സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ ഭാഗത്ത് 3-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് നാം കാണുന്നത്. 115-ാം സങ്കീർത്തനം അതിന്റെ 3. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യുന്നു. തനിക്ക് ഇഷ്ടമുള്ളത്, തനിക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുവാൻ ഒരാൾക്കേ അവകാശമോ അധികാരമോ ഉള്ളൂ, അത് ദൈവത്തിന്. അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. അതുകൊണ്ട് തനിക്കിഷ്ടമുള്ളതൊക്കെയും അവന് ചെയ്യാൻ കഴിയും. ഇതിനെയാണ് സോവറിനിറ്റി എന്ന് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ദൈവത്തിന്റെ സോവറൻ വിൽ. ഇനിയും നമ്മൾ റോമാലേഖനത്തിൽ അതിന്റെ 9-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാകുന്നു, അവന്റെ ഇഷ്ടത്തോട് ആർ എതിർത്ത് നിൽക്കും. ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനോട് എതിർത്ത് നിൽക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ദൈവത്തിന്റെ സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ അത് മാറാത്തതാണ്, അത് ഡിവൈൻ ഡിക്രിയാണ്, അത് ദൈവത്തിന്റെ തീർപ്പാണ്. അത് ഒരിക്കലും ആർക്കും ഓൾട്ടർ ചെയ്യാനോ ആർക്കും ചേഞ്ച് ചെയ്യാനോ കഴിയത്തില്ല. അത് നിത്യമാണ്. ഒരു മനുഷ്യനും ദൈവത്തിന്റെ ആ ഹിതത്തെ മാറ്റാൻ കഴിയത്തില്ല. നിത്യമായ എന്നേക്കുമായ ദൈവത്തിന്റെ ഹിതത്തിന്റെ ആലോചനയ്ക്കാണ് സോവറൻ വിൽ അല്ലെങ്കിൽ സോവറിനിറ്റി എന്ന് പറയുന്നത്. ദൈവം ഈ നിലയിൽ പരമാധികാരി ആയിരിക്കുക എന്നത് അതിന് കാരണമായിട്ട് ചില ആട്രിബ്യൂട്ട്സുകളുണ്ട്. അതിൽ ഒരു ആട്രിബ്യൂട്ട്സാണ് ഗോഡ് ഈസ് ഓൾ നോയിങ് ഗോഡ്. ദൈവം എല്ലാം അറിയുന്ന ദൈവമാണ്. അവൻ എല്ലാം അറിയാം, അതായത് അവൻ സമയത്തിന് പുറത്താണ്. അപ്പൊ ഫസ്റ്റ് ആട്രിബ്യൂട്ട്, അവൻ സമയത്തിന് അതീതനാണ്, അധീനനല്ല. അവൻ ടൈംലെസ് ആണ്, അവന് സമയമില്ല. സമയമില്ലെന്ന് പറഞ്ഞാൽ ജോലി തിരക്കുകാരന് സമയമില്ലെന്നല്ല, അവൻ സമയത്തിന് പുറത്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. ദൈവത്തിന് ടൈം എന്നൊരു ഫാക്ടറിന് അധീനപ്പെട്ടല്ലാത്തത് കൊണ്ട് അവന് ഒരു കാര്യം വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് കാണേണ്ട ആവശ്യമില്ല ഒരു കാര്യം അറിയാനായിട്ട്. അവൻ ആരംഭത്തിൽ തന്നെ അവസാനവും അറിയുന്നു. യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 46-ാമത്തെ അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തോളുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെ പോലൊരുത്തനുമില്ല. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. അപ്പം ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും പറയാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം ഹീസ് ബിയോണ്ട് ടൈം, അവൻ സമയത്തിന് അപ്പുറത്താണ് നിൽക്കുന്നത്. എനിക്ക് ഒരു കാര്യം സംഭവിച്ച് കഴിഞ്ഞേ അതറിയാൻ കഴിയത്തുള്ളൂ, കാരണം ഞാൻ സമയത്തിന് അധീനനാണ്. ദൈവം ആരംഭത്തിൽ തന്നെ അവസാനവും കണ്ടു കഴിഞ്ഞിരിക്കുക. അപ്പോൾ ദൈവത്തിന് ഒന്നും സർപ്രൈസ് അല്ല. ദൈവത്തെ ആർക്കും സർപ്രൈസ് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തെ ആർക്കും അതിശയിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം
ദൈവം ഇതെല്ലാം ഓൾറെഡി കണ്ടു കഴിഞ്ഞു. സങ്കീർത്തനം 90 രണ്ടാമത്തെ വചനം. സങ്കീർത്തനം 90:2. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായി ശാശ്വതമായി ദൈവമാകും. ഇംഗ്ലീഷിൽ ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് ദൗ ആർട്ട് ഗോഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ഇല്ലാതിരുന്നൊരു സമയമില്ല. ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്, ഫ്രം പാസ്റ്റ് എറ്റേണിറ്റി ടു ഫ്യൂച്ചർ എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ നിത്യതയുടെ മുഴുവനും സമയവും അവൻ ഇല്ലാതിരുന്ന ഒരു നിമിഷം പോലുമില്ല. ഈ നിത്യതയ്ക്കകത്ത് നിന്ന് ഒരു കേക്കിന്റെ കഷ്ണം മുറിച്ചതുപോലെ മുറിച്ച് ഒരു പാർട്ടാണ് ഈ ടൈം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, പാസ്റ്റ് എറ്റേണിറ്റി പുറകോട്ടുള്ള നിത്യത അത് അവസാനമില്ലാത്തതാണ്, എല്ലസ. മുൻപോട്ടുള്ള നിത്യതയും എല്ലസ. അതിൻ്റെ ഇടയിൽ ദൈവം മുറിച്ച് എടുത്ത ഒരു 6000 വർഷത്തെ മനുഷ്യചരിത്രം. അപ്പോൾ ആ വിശാലമായി കിടക്കുന്ന നിത്യതയുടെ നടുവിൽ ഒരു കുഞ്ഞ് കേക്ക് പീസ് പോലെ മുറിച്ച് കിടക്കുന്ന ആ ടൈമിലാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പം നിത്യത മുതൽ നിത്യത വരെ ആദിയിൽ തന്നെ അവസാനം അറിയാവുന്ന എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് സകലതും കാണുന്ന ഒരു വ്യക്തിക്ക് ഈ 6000 വർഷത്തെ മനുഷ്യചരിത്രം ഒരു കണ്ണടയ്ക്കുന്നതിന്റെ 10% പോലുമില്ല. അപ്പോൾ അവൻ അത് ആ നിത്യതയിൽ നിന്ന് നിത്യതയിലേക്ക് നോക്കുമ്പോൾ അതെല്ലാം ഒന്നായി കിടക്കുന്ന ദൈവത്തിന് ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഈ കുഞ്ഞ് 6000 വർഷത്തെ മാനവചരിത്രത്തിലെ സമയത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവനൊരു മിന്നൽ പോലെയുള്ളൂ. അതെല്ലാം കണ്ടു കഴിഞ്ഞു. അവന് മുഴുവനും മനുഷ്യന്റെ ജീവിതം കണ്ടു കഴിഞ്ഞു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനുള്ളവനും എന്ന് പറഞ്ഞാൽ അവൻ പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും ഒരുപോലെ വസിക്കുന്നു. ദൈവത്തിന് ബിഫോർ ഒന്നും ആഫ്റ്റർ ഒന്നുമില്ല. അവൻ 3 കാലത്തും ഒരുപോലെ വസിക്കുന്നവനാണ്. അതുകൊണ്ട് ഒരു കാര്യവും തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. താൻ എപ്പോഴും ഉണ്ടായിരുന്നു, താൻ ഇല്ലാതിരുന്ന ഒരവസരമില്ലായിരുന്നു. ആ ടൈംലെസ് ആയ, സമയത്തിന് അതീതനായ, സമയത്തിന് മുമ്പ് എല്ലാം അറിഞ്ഞിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ആ ആട്രിബ്യൂട്ട്സ്, അതാണ് തന്നെ പരമാധികാരിയാക്കുന്നത്. എല്ലാം അറിയുന്ന ഒരാൾക്ക് പരമാധികാരിയാകാൻ പറ്റത്തുള്ളൂ. അപ്പം വിശുദ്ധ വേദപുസ്തകത്തിൽ രക്ഷയുമായി ബന്ധപ്പെട്ട് ഇതൊരു പ്രധാനപ്പെട്ട സത്യമാണ്. അവൻ അറിഞ്ഞു, കാരണം അവൻ സമയത്തിന് മുമ്പ് ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ട്. ഇനിയും നമുക്കൊരു വേദഭാഗം 22 വെളിപ്പാട് പുസ്തകം 22:13. അവിടെ ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ ആരംഭവും ഞാൻ അവസാനവുമാകുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും കവർ ചെയ്യത്തക്കവണ്ണം, സമയത്തെ മുഴുവനും കവർ ചെയ്യത്തക്കവണ്ണം അവൻ എന്നേക്കും നിത്യനാണെന്ന് പറഞ്ഞു. നിത്യനാണെന്ന് പറയുമ്പോൾ അവന് ടൈമില്ല എന്നർത്ഥം. ടൈമില്ല. യെശയ്യാവ് 41:4, 42:9 ഈ വാക്യങ്ങളും അനേക വാക്യങ്ങളുണ്ട്. എങ്കിലും നമ്മുടെ അത്യാവശ്യത്തെ അറിവിന് വേണ്ടി മാത്രം വായിക്കാവുന്ന വാക്യങ്ങൾ മാത്രമേ ഇവിടെ വായിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കൺകോർഡൻസ് റെഫറൻസ് ബൈബിളുകൾ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. യെശയ്യാവ് 41:4 പറയുന്നത്, ആർ അത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു. ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരോടുകൂടെ അന്ത്യനുമാകുന്നു. അപ്പോൾ ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ. അപ്പം എല്ലാത്തിനും മുമ്പേ ഒരു കാര്യത്തെ കണ്ട് വിളിക്കാനും അത് തീരുമാനിക്കാനും കഴിയുന്ന അവന്റെ ആ ഗുണം. 42:9 പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു, ഞാൻ പുതിയത് അറിയിക്കുന്നു, അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. അപ്പോൾ ഉത്ഭവിക്കും മുമ്പേ
കേൾപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അത് കേൾപ്പിക്കണമെങ്കിൽ ആ വ്യക്തി സംഭവിക്കുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കുകയും അതറിയുകയും ചെയ്യണം. അതാണ് ദൈവത്തിൻ്റെ ആ ടൈംലെസ് ആയിരിക്കുന്ന അവസ്ഥ. അപ്പം ദൈവം സമയത്തിന് പുറത്താണ്. ഗോഡ് ലീവ്സ് ഔട്ട്സൈഡ് ടൈം. പക്ഷെ സമയത്ത് നടക്കുന്ന മുഴുവനും കാര്യങ്ങളെ അവൻ ഗവേൺ ചെയ്യുന്നു. ഒരു വീഡിയോയിലൂടെ കാണുന്നത് പോലെ കർത്താവ് എല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. നാം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ സമയത്ത് അതിനായതുകൊണ്ട് നമ്മളിപ്പോൾ ആ ഓരോ കാര്യങ്ങളും നമ്മൾ അതാത് സമയത്ത് മാത്രമേ അറിയുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത് രക്ഷയോടുള്ള ബന്ധത്തിൽ പ്രത്യേകമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ മുന്നറിവ്, മുൻനിർണയം എന്നത് ദൈവം സമയത്തിന് അധീനനല്ല എന്ന ആ അറിവിൽ കൂടെ ആണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. 2 തിമോത്തിയോസ് 1:9 വാക്യം. 2 തിമോത്തിയോസ് 1:9 നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിലും ഈ തൻ്റെ മുന്നമേ സമയത്തിന് മുമ്പുള്ള തൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നു. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നു. ഇപ്പോൾ മരണം നീക്കി. അപ്പോൾ സകല കാലത്തിനും മുൻപേ. അപ്പോൾ രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി സകല കാലത്തിന് മുമ്പേ ഉള്ളതാണ്, ടൈമിന് മുമ്പുള്ളതാണ്. അവൻ ഒമ്നിപ്രസന്റ്, ടൈമിന് മുമ്പേ അവനുണ്ട്. അതുകൊണ്ട് സകലകാലത്തിന് മുമ്പേ അവന് എന്ത് ചെയ്യാൻ പറ്റി? തന്റെ വിശുദ്ധി വിളി കൊണ്ട് നമ്മളെ വിളിക്കാൻ പറ്റി. 1 കൊരിന്ത്യർ 2:7 നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നിടത്ത് അവിടെയും സമയത്തിന് അപ്പുറത്ത് നിന്ന് കാര്യങ്ങളെ കാണുന്ന ഒരു ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്ര. അപ്പം ലോക സൃഷ്ടിക്ക് മുമ്പ്, സൃഷ്ടിപ്പിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അനാദി, ടൈമിനും മുമ്പ് നമ്മുടെ തേജസ്സിനായിട്ട്. അപ്പം സമയത്തിന് വെളിയിൽ നിന്നുകൊണ്ട് സകലവും പ്ലാൻ ചെയ്യാൻ കഴിയുന്ന ഒരുവൻ, ഒരു കാര്യത്തിന്റെ ആരംഭത്തിൽ തന്നെ അതിന്റെ അവസാനം കാണാൻ കഴിയുന്നവൻ, സംഭവിക്കും മുമ്പേ സംഭവിച്ചു എന്ന് പറയാൻ കഴിയത്തക്കവണ്ണം സമയത്തിന് മുകളിൽ വാഴുന്ന ഒരു ദൈവം. ഒരു പ്രവൃത്തി കൊണ്ടോ സംഭവം കൊണ്ടോ വാർത്ത കൊണ്ടോ അത്ഭുതപ്പെടേണ്ടാത്തവണ്ണം സകലതും മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്ന ആ സമയത്തിന് വിധേയനല്ലാത്ത ദൈവം. ആ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട് ആണ് താൻ പരമാധികാരിയായിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇന്ന് നാം മനസ്സിലാക്കിയ പ്രധാന കാര്യം, ദൈവത്തിന് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവന് ഫ്രീ വില്ലുണ്ട്. ഫ്രീ വില്ലുണ്ട് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കാനുള്ള ശേഷിയുണ്ടെന്നല്ല, തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അവൻ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ അവൻ തൻ്റെ തിരുഹിതത്തിന്റെ ആലോചന പ്രകാരം തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യാനും തൻ്റെ ഇഷ്ടത്തെ ആർക്കും തടുക്കാനും കഴിയില്ല. യഹോവ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ ദൈവത്തിൻ്റെ പരമാധികാരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മറ്റ് ചില ആട്രിബ്യൂട്ട്സുകളുടെ നമുക്ക് പഠിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.